ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 30-ാമത്തെ അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ത്രിംശോധ്യായഃ. ഇതിൽ ആ ഭഗവാൻ പ്രചേതസ്സുകൾക്ക് വരം കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദ്യത്തെ ശ്ലോകം നോക്കാം. വിദുര ഉവാച യേ ത്വയാഭിഹിതാ ബ്രഹ്മൻ സുതാഃ പ്രാചീനബർഹിഷഃ തേ രുദ്രഗീതേന ഹരിം സിദ്ധിമാഭുപ്രതോഷ്യകാം. യേ ത്വയാഭിഹിതാ ബ്രഹ്മൻ സുതാഃ പ്രാചീനബർഹിഷഃ തേ രുദ്രഗീതേന ഹരിം സിദ്ധിമാഭുപ്രതോഷ്യകാം. അല്ലയോ ബ്രഹ്മജ്ഞനായിരിക്കുന്ന ആ വിതുരൻ പറയണം, അല്ലയോ ബ്രഹ്മജ്ഞ, അങ്ങയാൽ മൈത്രേയനോട് പറയണം, അല്ലയോ ബ്രഹ്മജ്ഞ, അങ്ങയാൽ യാതൊരുവർ പറയപ്പെട്ടുവോ? ആ പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരായിരിക്കണ അവർ ആ രുദ്രഗീതത്തെ സ്ഥിരമായിട്ട് സ്തുതിച്ചിട്ട്, രുദ്രഗീതം സ്തുതിച്ചിട്ട് ശ്രീഹരിയെ പ്രസാദിപ്പിച്ചിട്ട് എന്ത് സിദ്ധി നേടി? തേ രുദ്രഗീതേന ഹരിം സിദ്ധിമാഭു പ്രതോഷ്യകാം. എന്തു സിദ്ധിയാണ്? കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സിദ്ധിയാണ്? ആഭു സിദ്ധിയെയാണ് അവർ നേടിയത്. അല്ലയോ ബ്രഹ്മജ്ഞനായിരിക്കുന്ന മൈത്രേയ, അങ്ങയാൽ പറയപ്പെട്ട ആ പ്രചേതസ്സുകളുടെ പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാർ, ആ പ്രചേതസ്സുകൾ, അവർ രുദ്രഗീതം ചൊല്ലിയിട്ട് ആ ഭഗവാനെ പ്രസാദിപ്പിച്ചിട്ട് എന്ത് സിദ്ധികളാണ് അവർ നേടിയത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞ, ത്വയാ അങ്ങയാൽ, യേ യാതൊരുവർ, അതായത് ആ പ്രചേതസ്സുകൾ എന്നർത്ഥം, അഭിഹിതാ പറയപ്പെട്ടുവോ, പ്രാചീന ബർഹിഷഃ പ്രാചീന ബർഹിസിൻ്റെ സുതാഹ പുത്രന്മാരായ തേ അവർ, രുദ്രഗീതേന രുദ്രഗീതത്താൽ ഹരിം ശ്രീഹരിയെ പ്രതോഷ്യ പ്രസാദിപ്പിച്ചിട്ട് കാം എന്ത് സിദ്ധിം ആപു സിദ്ധിയെ നേടി. എന്നുകൂടി പറയാം. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞ, ത്വയാ അങ്ങയാൽ, യേ യാതൊരുവർ, അഭിഹിതാഹ പറയപ്പെട്ടുവോ, പ്രാചീന ബർഹിഷഃ പ്രാചീന ബർഹിസിൻ്റെ സുതാഹ പുത്രന്മാരായ തേ അവർ, രുദ്രഗീതേന രുദ്രഗീതത്താൽ ഹരിം ശ്രീഹരിയെ പ്രതോഷ്യ പ്രസാദിപ്പിച്ച് കാം എന്ത് സിദ്ധിം ആപു സിദ്ധിയെ നേടി. ഇതിൽ അന്വയം വന്നിട്ട് ഹേ ബ്രഹ്മൻ ത്വയാ യേ അഭിഹിതാഃ പ്രാചീന ബർഹിഷഃ സുതാഃ തേ രുദ്രഗീതേന ഹരിം പ്രതോഷ്യ കാം സിദ്ധിം ആപുഹു. കൂടി പറയാം. ഹേ ബ്രഹ്മൻ ത്വയാ യേ അഭിഹിതാഃ പ്രാചീന ബർഹിഷഃ സുതാഃ തേ രുദ്രഗീതേന ഹരിം പ്രതോഷ്യ കാം സിദ്ധിം ആപു. അല്ലയോ ബ്രഹ്മജ്ഞനായിരിക്കുന്ന മഹർഷേ, അങ്ങയാൽ പറയപ്പെട്ട പ്രചേതസ്സുകളെ പറ്റി പറയപ്പെട്ടുവോ, ആ പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരായ അവർ രുദ്രഗീതത്താൽ ശ്രീഹരിയെ പ്രസാദിപ്പിച്ചിട്ട് എന്ത് സിദ്ധിയെ നേടി? അല്ലയോ മൈത്രേയ മഹർഷേ, പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരായ പ്രചേതസ്സുകളെ പറ്റി അങ്ങെന്ന് പറയുകയുണ്ടായല്ലോ. അവർ രുദ്രഗീതം ജപിച്ച് ശ്രീഹരിയെ സന്തോഷിപ്പിച്ച് എന്തെല്ലാം സിദ്ധികളാണ് നേടിയത്? ബ്രഹ്മൻ അങ്ങ് മുമ്പ് പറഞ്ഞ ആ പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാർ രുദ്രഗീതം എന്ന സ്തോത്രത്താൽ ഭഗവാനെ സന്തോഷിപ്പിച്ച് എന്തു സിദ്ധിയാണ് നേടിയത്? വിതുരൻ പറയുകയാണ്, ഹേ സർവജ്ഞ, അങ്ങൊന്ന് അറിയാതിരിക്കുന്നതൊന്നും ഇല്ല. പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാർ തപസ്സിന് പുറപ്പെട്ടതും ശ്രീരുദ്രൻ അവർക്ക് ഭജനമാർഗത്തെ ഉപദേശിച്ചതും നിന്തിരുവടി അരുളി ചെയ്തുവല്ലോ. അവർക്ക് രുദ്രഗീതം എന്ന സ്തോത്രത്താൽ ശ്രീഹരിയെ പ്രസാദിപ്പിച്ചിട്ട് എന്തൊരു സിദ്ധിയെയാണ് അവർ പ്രാപിച്ചത്? ഇതിലത്തെ വ്യാഖ്യാനത്തിൽ നോക്കാം. പ്രസംഗാത് പഞ്ചമിഹി പ്രോക്തം കൃതം പ്രോക്തം വൃത്തം പ്രാചീന ബർഹിഷഃ വർണ്ണിതേ ച പുനർദ്വാർഭ്യാം പ്രസ്തുതം തൽ പ്രചേതസാം.
ആ പ്രചേതസ്സുകൾക്ക് ആ വരം കൊടുക്കുന്ന ഭാഗമാണ് ഇതിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ തത്ര ത്രിംശേ തപസ്തുഷ്ടാദീശ ലബ്ധവരാസ്തതഃ. ഈ 30 അവർ വരം വാങ്ങിക്കുന്നത്. തത്ര തപസ്തുഷ്ട, അവരുടെ ആ തപസ്സുകളെ കൊണ്ട് ഈശ്വരനിൽ നിന്നും ലബ്ധവരാസ്തതഃ, ആ വരത്തെ കുറിച്ച് ആഗത്യ വാക്ഷീമുദ്വാഹ്യ രാജ്യം ചക്രുരിതിര്യത്തെ പ്രസംഗാത് പഞ്ചഭി പ്രോക്തം വൃത്തം പ്രാചീനബർഹിഷഃ വർണ്യത്തെ ച പുനർദ്വാഭ്യാം പ്രസ്തുതം തത് പ്രചേതസാം. തത്ര ത്രിംശേ തപസ്തുഷ്ടാദീശ ലബ്ധവരാസ്തതഃ ആഗത്യ വാക്ഷീമുദ്വാഹ്യ രാജ്യം ചക്രുരിതീര്യത്തെ. ഹേ വിദുര ഉവാച, വിദുരൻ പറയാണ്, ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞനായിരിക്കുന്ന മൈത്രേയ മഹർഷേ, ബർഹിഷഃ പുത്രാഹ, പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാർ ദശപ്രചേതസസ്ത്വയാ, ആ 10 പ്രചേതസ്സുകൾ സ്ത്വയാ അങ്ങയാൽ പൂർവം മുമ്പ് പറഞ്ഞ കഥിതാസ്തേ, ആ പറയപ്പെട്ട രുദ്രഗീതേന, ആ രുദ്രഗീതത്താൽ ഹരിം സന്തോഷ്യ, ഹരിയെ സന്തോഷിപ്പിച്ചിട്ട് കാം സിദ്ധിം പ്രാപു, എന്തു സിദ്ധിയാണ് അവർ പ്രാപിച്ചത് ഉള്ളതാണ്. വിദുര ഉവാച, ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രഹ്മജ്ഞ, ബർഹിഷഃ പുത്രാഹ, പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാർ 10 പേര് പ്രചേതസസ്ത്വയാ, പ്രചേതസ്സുകളെ 10 പ്രചേതസ്സുകളെ അങ്ങയാൽ പൂർവം മുൻപ് വിവരിച്ച കഥിതാസ്തേ വിവരിച്ച രുദ്രഗീതേന, രുദ്രഗീതത്താൽ ഹരിം സന്തോഷ്യ, ഹരിയെ സന്തോഷിപ്പിച്ചിട്ട് കാം സിദ്ധിം പ്രാപു, എന്തു സിദ്ധിയെ പ്രാപിച്ചു. അപ്പോൾ വിദുര ഉവാച, ഹേ ബ്രഹ്മൻ, ബർഹിഷഃ പുത്രാഹ ദശപ്രചേതസസ്ത്വയാ പൂർവം കഥിതാസ്തേ രുദ്രഗീതേന ഹരിം സന്തോഷ്യ കാം സിദ്ധിം പ്രാപു. അതാണ് അതിലത്തെ വ്യാഖ്യാനം വന്നിരിക്കുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. കിം ബാർഹസ്പത്യേഹ പരത്രവാഥ കൈവല്യനാഥ പ്രിയപാർശ്വവർത്തിനഃ ആസാദ്യ ദേവം ഗിരിശം യദൃച്ഛയാ പ്രാപു പരം നൂനമത പ്രചേതസഃ. കിം ബാർഹസ്പത്യേഹ പരത്രവാഥ കൈവല്യനാഥ പ്രിയപാർശ്വവർത്തിനഃ ആസാദ്യ ദേവം ഗിരിശം യദൃച്ഛയാ പ്രാപു പരം നൂനമത പ്രചേതഃ. ആ ബാർഹസ്പത്യ, ആ ബൃഹസ്പതിയുടെ ശിഷ്യൻ ആയവനെ, ദേവനായിരിക്കുന്ന ആ പരമേശ്വരനെ യാദൃച്ഛികമായിട്ട് ലഭിച്ചിട്ട് ആ മോക്ഷത്തിൻ്റെ അധിപനായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പ്രിയനായ അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി തീർന്ന ആ പ്രചേതസ്സുകൾ അനന്തരം ഏറ്റവും ഉന്നതമായതിനെ പ്രാപിച്ചു, ഏറ്റവും ഉയർന്ന അവസ്ഥയെ പ്രാപിച്ചു. അതിന് പുറമെ ഇഹലോകത്തും പരലോകത്തും അവർ എന്തെല്ലാം നേടി. കിം ബാർഹസ്പത്യേഹ പരത്രവാഥ, ബൃഹസ്പതിയുടെ ശിഷ്യനായവനെ ആ പരലോകത്ത് അതിനു പുറമെ ഇഹലോകത്തും പരലോകത്തും കൈവല്യനാഥ പ്രിയപാർശ്വവർത്തിനഃ, ആ മഹാവിഷ്ണുവിൻ്റെ ആ പ്രിയപാർശ്വവർത്തിയായിരിക്കുന്ന ആസാദ്യദേവം ഗിരിശം, ആ പരമേശ്വരനെ ലഭിച്ചിട്ട് ആ അദ്ദേഹത്തിൽ നിന്നും ആസാദ്യഗിരിശം യദൃച്ഛയാ പ്രാപു പരം നൂനമഥ പ്രചേതസഃ, മഹാവിഷ്ണുവിൻ്റെ പ്രിയനായ അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി തീർന്നിട്ട്
ആ പ്രചേതസ്സുകൾ അനന്തരം ആ ഉന്നതമായതിനെ പ്രാപുഹു പരം നൂനമഥ, ആ ഉന്നതമായ അവസ്ഥയെ പ്രാപുഹു നൂനം പ്രാപിച്ചുവെന്ന് ഉറപ്പാണ്. അതിനു പുറമെ ഇഹലോകത്തും പരലോകത്തും പിന്നെ എന്തെല്ലാം നേടി എന്നുള്ളതാണ്. കിം ബാർഹസ്പത്യേവ പരത്രവാധ കൈവല്യനാഥ പ്രിയപാർശ്വവർത്തിനഃ ആസാദ്യദേവം ഗിരിശം യദൃച്ഛയാ പ്രാപുപരം നൂനമഥ പ്രചേതസഃ. ഹേ ബാർഹസ്പത്യ, അല്ലയോ ബൃഹസ്പതിയുടെ ശിഷ്യനായവനെ, ദേവനായിരിക്കുന്ന ഗിരിശം ആ പരമേശ്വരനെ യദൃച്ഛയാ യാദൃച്ഛികമായിട്ട് ആസാദ്യ ലഭിച്ചിട്ട് കൈവല്യനാഥ പ്രിയപാർശ്വവർത്തിനഃ ആ മോക്ഷത്തിൻ്റെ അധിപനായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പ്രിയനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി തീർന്ന പ്രചേതസഃ ആ പ്രചേതസ്സുകൾ അഥ അനന്തരം പരം ഏറ്റവും ഉന്നതമായതിനെ പ്രാപുഹു നൂനം പ്രാപിച്ചുവെന്ന് ഉറപ്പാണ്. അഥ അതിനു പുറമെ ഇഹലോകത്തും പരത്രവ പരലോകത്തും കിം എന്തെല്ലാം നേടി എന്നുള്ളതാണ്. എന്നുകൂടി പറയാത്ത വാക്കുകൾ ഹേ ബാർഹസ്പത്യ, അല്ലയോ ബൃഹസ്പതിയുടെ ശിഷ്യനായവനെ, ദേവനായിരിക്കുന്ന ഗിരിശം പരമേശ്വരനെ യദൃച്ഛയാ യാദൃച്ഛികമായിട്ട് ആസാദ്യ ലഭിച്ചിട്ട് കൈവല്യനാഥ പ്രിയപാർശ്വവർത്തിനഃ ആ മോക്ഷത്തിൻ്റെ അധിപനായ മഹാവിഷ്ണുവിൻ്റെ പ്രിയനായ അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി തീർന്നിരിക്കുന്ന പ്രചേതസഃ ആ പ്രചേതസ്സുകൾ അഥ അനന്തരം പരമം ഏറ്റവും ഉന്നതമായതിനെ പ്രാപുഹു നൂനം പ്രാപിച്ചുവെന്ന് ഉറപ്പാണ്. അഥ അതിനു പുറമെ ഇഹലോകത്തും പരത്രവ പരലോകത്തും കിം എന്തെല്ലാം നേടി. ഹേ ബാർഹസ്പത്യ, ദേവം ഗിരിശം യദൃച്ഛയാ ആസാദ്യ കൈവല്യനാഥ പ്രിയപാർശ്വവർത്തിനഃ പ്രചേതസഃ അഥ പരം പ്രാപുഹു നൂനം അഥ ഇഹ പരത്രവാ കിം ഒന്നുകൂടി പറയാം. ഹേ ബാർഹസ്പത്യ, ദേവം ഗിരിശം യദൃച്ഛയാ ആസാദ്യ കൈവല്യനാഥ പ്രിയപാർശ്വവർത്തിനഃ പ്രചേതസഃ അഥ പരം പ്രാപുഹു നൂനം അഥ ഇഹ പരത്രവാ കിം. അല്ലയോ ബൃഹസ്പതിയുടെ ശിഷ്യനായവനെ, ആ ദേവനായിരിക്കുന്ന പരമേശ്വരനെ യാദൃച്ഛികമായിട്ട് ലഭിച്ചിട്ട് ആ മോക്ഷത്തിൻ്റെ അധിപനായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പ്രിയനായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി തീർന്ന ആ പ്രചേതസ്സുകൾ അനന്തരം ഏറ്റവും ഉന്നതമായതിനെ പ്രാപിച്ചുവെന്ന് ഉറപ്പാണ്. അതിനു പുറമെ ഇഹലോകത്തും പരലോകത്തും അവർ എന്തു നേടി? അല്ലയോ ബൃഹസ്പതിയുടെ ശിഷ്യനായവനെ, മോക്ഷാധിപതിയായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ പ്രിയതമനായിരിക്കുന്ന ആ ശ്രീപരമേശ്വരൻ്റെ സമീപത്തിരുന്നു കൊണ്ട് യാദൃച്ഛികമായിട്ട് കണ്ടെത്തിയ അദ്ദേഹത്തിൽ നിന്നും ഗ്രഹിച്ച ആ രുദ്രഗീതം ജപിച്ച് മോക്ഷപ്രാപ്തി കൈവരിച്ചിരിക്കുന്നു എന്നത് നിശ്ചയം. അതിനു പുറമെ ഇഹത്തിലും പരത്തിലും അവർക്ക് എന്തെല്ലാം ലഭിച്ചു? മൈത്രേയ മഹർഷി ഒരു വിഷയത്തിൽ ബൃഹസ്പതിയുടെ ശിഷ്യനാണെന്ന് മാത്രമേ ശ്രീധരാചാര്യർ പറയുന്നുള്ളൂ. കസ്യാം ചിദ്വിദ്യായാം ബൃഹസ്പതേർ മൈത്രേയ ശിഷ്യ ഇതി ജ്ഞാതവ്യം. ബൃഹസ്പതപാതാ വാ പാലായിതാ വാ എന്ന് നിരുക്തപ്രകാരം ബൃഹത്തായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന പരാശരനെ ബൃഹസ്പതി എന്നും പതന്ത്യപുരോഹിതേഭ്യോ യക് പ്രകാരം പരാശര ശിഷ്യനായിരിക്കുന്ന മൈത്രേയനെ ബാർഹസ്പത്യൻ എന്നും വിശേഷിപ്പിക്കുന്നു. ബാർഹസ്പതി എന്നത് ദേവഗുരുവിൻ്റെ സംജ്ഞ മാത്രമാണ്, ആവണം എന്നില്ല. അപ്പോൾ ഇവിടെ ആ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞിട്ട്, ബൃഹസ്പതി ശിഷ്യ മുക്തിപ്രദനായിരിക്കുന്ന ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ആ ശ്രീപരമേശ്വരൻ്റെ അനുഗ്രഹം അതിന് പാത്രമായി തീർന്ന ആ പ്രജേതസ്സുകളെ യാദൃച്ഛികമായിട്ട് ആ ശ്രീ പരമേശ്വരനെ പ്രാപിച്ച് പരമസിദ്ധി പ്രാപിച്ചു എന്നതിൽ സംശയം ഇല്ല. അതിന് മുമ്പ് ഇഹത്തിലും പരത്തിലും അവർ എന്താണ് നേടിയത്?
വിതുരർ അറിയുവാൻ ആഗ്രഹിച്ചതിനെ സ്പഷ്ടമാക്കുകയാണ്. ഹേ ബൃഹസ്പതിയുടെ ശിഷ്യ, ഈശ്വരാനുഗ്രഹത്താൽ സാക്ഷാൽ പരമശിവന് പരമഗുരുവായിട്ട് ലഭിച്ച ആ ഭാഗ്യവാന്മാരായിരിക്കുന്ന പ്രചേതസ്സുകൾ പര്യവസാനത്തിൽ പരമപുരുഷാർത്ഥ രൂപമായിരിക്കുന്ന ആ കൈവല്യത്തെ പ്രാപിച്ചിരിക്കും, നിശ്ചയമാണ്. എന്നാൽ ആ കൈവല്യത്തെ നൽകുന്ന ആ പ്രിയനാകുന്ന ശ്രീഹരിയുടെ ഭജനത്തിൽ തൽപരന്മാരായിരുന്ന അവർ ഇഹത്തിലാകട്ടെ പരത്തിലാകട്ടെ എന്തെന്ത് ഫലങ്ങളെ പ്രാപിച്ചെന്നറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞു നോക്കാം. തേ യദൃച്ഛയാ ശിവം പ്രാപ്യ, ആ പ്രജയസ്സുകളെ യാദൃച്ഛികമായിട്ട് ശിവനെ പ്രാപിച്ചിട്ട് ശിവേനാനുഗ്രഹിത, ശിവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നേടി സന്തോ നൂനം മോക്ഷം, അവർ ആ സജ്ജനങ്ങളായിരിക്കുന്നവർ ഉറപ്പായിട്ടും മോക്ഷത്തെ പ്രാപുരേവ പ്രാപിച്ചു. തത്പൂർവം അതിനുശേഷം കിം പ്രായുഹു, എന്തെല്ലാം അവർ പ്രാപിച്ചു എന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ തേ യദൃച്ഛയാ ശിവം പ്രാപ്യ, അവരെ യാദൃച്ഛികമായിട്ട് ശിവനെ പ്രാപിച്ച് ശിവേനാനുഗ്രഹീതാ, ശിവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നേടിയിട്ട് സന്തോ സജ്ജനങ്ങളായിട്ട് നൂനം മോക്ഷം പ്രാപുരേവ, അവർ മോക്ഷത്തെ ശരിക്കും അവർ പ്രാപിച്ചിരിക്കുന്നു. നൂനം അത് ഉറപ്പാണ്. തത്പൂർവം അതിന് മുമ്പ് കിം പ്രാപുഹു, വേറെ എന്തൊക്കെ തൽപൂർവം എന്നാണ്. അതിന് മുമ്പ് അവർ വേറെ എന്തൊക്കെ പ്രാപിച്ചു, അതായത് ഇഹത്തിലും പരത്തിലും വേറെ എന്തെല്ലാം സിദ്ധികളാണ് അവർ നേടിയത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം തേ യദൃച്ഛയാ ശിവം പ്രാപ്യ ശിവേനാനുഗൃഹീതാ സന്തോ നൂനം മോക്ഷം പ്രാപുരേവ തൽപൂർവം കിം പ്രാപുഹു എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൈത്രേയൻ പറയാണ്, മൈത്രേയ ഉവാച പ്രചേതസോനുരുദധ അല്ല പ്രചേതസോന്തരുദധൗ പിതുരാദേശകാരിണഃ ജപയജ്ഞേന തപസാ പുരഞ്ജനമതോഷയത്. പ്രചേതസോന്തരുദധൗ പിതുരാദേശകാരിണഃ ജപയജ്ഞേന തപസാ പുരഞ്ജനമതോഷയത്. പിതുഹു അച്ഛൻ്റെ ആദേശകാരണ, അച്ഛൻ്റെ ആജ്ഞ നിറവേറ്റുന്നവരായിട്ട് ഉള്ള ആ പ്രചേതസ്സുകൾ ആ അന്തരുദധൗ, ആ സമുദ്രാന്തർഭാഗത്ത് ഉദധൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രം, അതിൻ്റെ അടിയിൽ അന്തരുദധൗ, ആ സമുദ്ര അന്തർഭാഗത്ത് ജപയജ്ഞം ആകുന്ന തപസ്സിനാൽ ആ പുരഞ്ജനം ആ ഭഗവാനെ അതോഷയത് സന്തോഷിപ്പിച്ചു. ഒന്നുകൂടി പറയാം. പിതുഹു അച്ഛൻ്റെ ആദേശകാരിണഃ, ആജ്ഞ നിറവേറ്റുന്നവരായിട്ടുള്ള ആ പ്രചേതസോ അന്തരുദധൗ, ആ സമുദ്രത്തിൻ്റെ അടിയിൽ പിതുരാദേശകാരിണഃ, ആ പിതാവിൻ്റെ ആജ്ഞ നിറവേറ്റുന്നവരായിരിക്കുന്ന പ്രജേതസ്സുകൾ ആ സമുദ്ര അന്തർഭാഗത്ത് ജപയജ്ഞേന തപസ, ജപയജ്ഞമാകുന്ന തപസ്സിനാൽ പുരഞ്ജനം അതോഷയൽ, അതായത് ആ ഭഗവാനെ സന്തോഷിപ്പിച്ചു എന്നർത്ഥം. അപ്പോൾ പിതുഹു അച്ഛൻ്റെ ആദേശകാരിണഃ, ആജ്ഞ നിറവേറ്റുന്നവരായിരിക്കുന്ന പ്രചേതസ്സുകൾ അന്തരുദധൗ സമുദ്രാന്തർഭാഗത്ത് ജപയജ്ഞമാകുന്ന തപസ്സിനാൽ പുരഞ്ജനം ആ ഭഗവാനെ അതോഷയത് സന്തോഷിപ്പിച്ചു. അപ്പോൾ പിതുഹു ആദേശകാരിണഃ പ്രചേതസഃ അന്തരുദധൗ ജപയജ്ഞേന തപസാ പുരഞ്ജനം അതോഷയത് എന്നാണ് വ്യാഖ്യാനം, അല്ല അന്വയം. ഒന്നുകൂടി പറയാം. പിതുഹു ആദേശകാരിണഃ പ്രചേതസഃ അന്തരുദധൗ ജപയജ്ഞേന തപസാ പുരഞ്ജനം അതോഷയത്. ആ അച്ഛൻ്റെ ആജ്ഞ നിറവേറ്റുന്നവരായിരിക്കുന്ന ആ പ്രചേതസ്സുകൾ സമുദ്രാന്തർഭാഗത്ത് ജപയജ്ഞമാകുന്ന തപസ്സിനാൽ ആ ഭഗവാനെ സന്തോഷിപ്പിച്ചു. പിതാവിൻ്റെ നിർദ്ദേശാനുസാരേണ പ്രചേതസ്സുകൾ ആ സമുദ്രതീരത്ത് ഉള്ളതും സമുദ്രം പോലെ വിശാലവുമായിരിക്കുന്ന സരസിൽ ജപയജ്ഞമാകുന്ന തപശ്ചര്യയാൽ മഹാവിഷ്ണുവിനെ സന്തോഷിപ്പിച്ചു.
അപ്പോൾ പ്രചേതസ്സുകൾ ആ പിതാവിൻ്റെ ആജ്ഞാനുവർത്തികളായി ആ സമുദ്രാന്തർഭാഗത്തിലിരുന്ന് ജപയജ്ഞം കൊണ്ടും തപസ്സുകൊണ്ടും പുരഞ്ജനനെ സന്തോഷിപ്പിച്ചു. ഫലത്തെ പ്രദാനം ചെയ്യുവാൻ സ്തോത്രത്തിന് സാമർഥ്യം ഉണ്ടെന്നിരിക്കലും പ്രചേതസ്സുകളുടെ ദാർഢ്യത്തെ പരീക്ഷിക്കുവാൻ ഉറച്ച് ആ ഭഗവാൻ 10,000 വർഷം കഴിയുന്നതുവരെ അവർക്ക് പ്രത്യക്ഷനായില്ല. അത്ര കാലവും ക്ലേശിച്ച് തപസ് ചെയ്ത് അവരിൽ പ്രസന്നനായിരിക്കുന്ന ഭഗവാൻ സ്വശരീരകാന്തിയാൽ അവരുടെ തപക്ലേശത്തെ ശമിപ്പിച്ചുകൊണ്ട് പ്രശാന്തമായിരിക്കുന്ന മൂർത്തിയോടുകൂടി അവർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ മൈത്രേയൻ പറയുന്നത് പ്രജകളെ അഭിവൃദ്ധിപ്പെടുത്തണം എന്നുള്ള ആ പിതൃകൽപ്പനയെ നിർവഹിപ്പാനായിട്ട് പുറപ്പെട്ട ആ പ്രചേതസ്സുകൾ ആ രുദ്രഗീത സ്തോത്രത്തെ ജപിച്ച് ആഹാരാദികളെ നിയമനം ചെയ്തും കൊണ്ട് ആ സമുദ്രാന്തർഭാഗത്തിൽ തപസ് ചെയ്തിട്ട് ഭഗവാനെ പ്രസാദിപ്പിച്ചു. അപ്പോൾ ആദ്യം അവർ ആ സമുദ്രാന്തർഭാഗത്ത് ഇരുന്ന് രുദ്രഗീതം ചൊല്ലിയിട്ട് ആ ഭഗവാനെ പ്രസാദിപ്പിച്ചു. അതിനുശേഷമാണ് അടുത്ത ഭാഗം വരുന്നത്. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ മൈത്രേയ വാച തേ പ്രചേതസ ആ പ്രചേതസ്സുകളെ സമുദ്രേ സ്ഥിത്വ ആ സമുദ്രത്തിൽ സ്ഥിതി ചെയ്തിട്ട് ജപയജ്ഞം കൊണ്ട് പരമാത്മാവിനെ തോഷിപ്പിച്ചു എന്നും കൂടി പറയാം. തേ പ്രചേതസ സമുദ്രേ സ്ഥിത്വ ആ പ്രചേതസ്സുകളെ സമുദ്രത്തിൽ സ്ഥിതമായിട്ട് ജപയജ്ഞം കൊണ്ട് പരമാത്മാവിനെ തോഷിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം തേ പ്രചേതസ സമുദ്രേ സ്ഥിത്വ ജപയജ്ഞേന പരമാത്മാനം തോഷയാമാസു എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ശ്ലോകം ദശവർഷസഹസ്രാന്തേ പുരുഷസ്തു സനാതനഃ തേഷാമാവിരഭൂത്കൃച്ഛ്രം ശാന്തേന ശമയൻ രുച. സഹസ്രാന്തേ 10,000 സംവത്സരങ്ങൾക്ക് അവസാനത്തിൽ പുരുഷസ്തു ആ ഭഗവാൻ സനാതനായിരിക്കുന്ന ഭഗവാൻ തേഷാമാവിരഭൂത് അവർക്ക് മുമ്പിൽ പ്രത്യക്ഷമായിട്ട് കൃച്ഛ്രം ശാന്തേന ശമയൻ രുച ആ തപക്ലേശങ്ങളെയൊക്കെ തപക്ലേശങ്ങളെയൊക്കെ ശമിപ്പിക്കുവാനായിട്ട് ശാന്തഭാവത്തോടെ ആവിരഭൂത് അവിടെ ആവിർഭവിച്ചു. തേഷാം ആവിരഭൂത് അദ്ദേഹം അവിടെ അവതരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. സനാതനഃ നാശരഹിതനായിരിക്കുന്ന പുരുഷഹത്തു ആ പരമപുരുഷൻ ആകട്ടെ ദശവർഷസഹസ്രാന്തേ 10,000 സംവത്സരത്തിൻ്റെ ഒടുവിൽ അവർ തപസ് ചെയ്തു, പ്രേയസ്സുകൾ തപസ് ചെയ്തു. അതിൻ്റെ ഒടുവിൽ രുച സ്വതേജസ്സിനാൽ തേഷാം അവരുടെ കൃച്ഛ്രം തപക്ലേശം ശമിപ്പിക്കുന്നവനായിട്ട് ശാന്തഭാവത്തോടെ ആവിർഭവിച്ചു എന്നും കൂടി പറയാം. സനാതനഃ ആ നാശരഹിതനായിരിക്കുന്ന പുരുഷഹത്തു പരമപുരുഷനാകട്ടെ ദശവർഷസഹസ്രാന്തേ 10,000 സംവത്സരത്തിൻ്റെ ഒടുവിൽ രുച അസ്വതേജസ്സിനാൽ തേഷാം അവരുടെ പ്രചേതസ്സുകളുടെ തപസ്സിൻ്റെ ക്ലേശം കൃച്ഛ്രം തപക്ലേശം ശമിപ്പിക്കുവാനായിട്ട് ശാന്തഭാവത്തോടുകൂടി ആവിർഭവിച്ചു. അപ്പോൾ സനാതനഃ പുരുഷഹത്തു ദശവർഷസഹസ്രാന്തേ രുചഃ തേഷാം കൃച്ഛ്രം ശമയൻ ശാന്തേന ആവിരഭൂത് എന്നുകൂടി പറയാം. സനാതനഃ പുരുഷഹത്തു ദശവർഷസഹസ്രാന്തേ സഹസ്രാന്തേ രുച തേഷാം കൃച്ഛ്രം ശമയൻ ശാന്തേന ആവിരഭൂത്. അപ്പോൾ നാശരഹിതനായിരിക്കുന്ന പരമപുരുഷനാകട്ടെ ആ 10,000 സംവത്സരത്തിൻ്റെ ഒടുവിൽ സ്വതേജസ്സിനാൽ അവരുടെ ആ തപക്ലേശത്തെ ശമിപ്പിക്കുവാനായിട്ട് ശാന്തഭാവത്തോടെ ആവിർഭവിച്ചു. 10,000 സംവത്സരത്തിന് ശേഷം നാശരഹിതനായിരിക്കുന്ന പരംപുരുഷൻ തൻ്റെ ശാന്തമായ ആ കാന്തിയാൽ അവരുടെ തപക്ലേശം ശമിപ്പിച്ചുകൊണ്ട് ദർശനം നൽകി. ശാന്തമായ എന്ന് പറഞ്ഞാൽ ശുദ്ധ സാത്വികം ആയ എന്നുള്ളതാണ് അവിടെ അർത്ഥം വരുന്നത്. അങ്ങനെയുള്ള അദ്ദേഹം ശാന്തമായ കാന്തിയാൽ അവരുടെ തപക്ലേശത്തെ ശമിപ്പിച്ചുകൊണ്ട് ദർശനം നൽകി.
അപ്പോൾ 10,000 സംവത്സരം കഴിഞ്ഞപ്പോൾ ആ സനാതനനായിരിക്കുന്ന പുരുഷൻ അവരുടെ തപക്ലേശം തൻ്റെ ദിവ്യകാന്തി കൊണ്ട് ശമിപ്പിച്ച് ശാന്തമായിരിക്കുന്ന സ്വരൂപത്തോടെ ആവിർഭവിച്ചു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫലത്തെ പ്രദാനം ചെയ്യുവാൻ സ്തോത്രത്തിന് സാമർഥ്യമുണ്ടെന്നിരിക്കലും പ്രചേതസ്സുകളുടെ ആ ദാർഢ്യത്തെ പരീക്ഷിച്ചു നോക്കാൻ വച്ച് ആ ഭഗവാൻ 10,000 വർഷം കഴിയുന്നത് വരെ അവർക്ക് പ്രത്യക്ഷനായില്ല. അത്ര കാലവും ക്ലേശിച്ച് തപസ് ചെയ്ത അവരിൽ പ്രസന്നനായിരിക്കുന്ന ഭഗവാൻ സ്വശരീരകാന്തിയാൽ അവരുടെ തപക്ലേശത്തെ ശമിപ്പിച്ചുകൊണ്ട് പ്രശാന്തമായ മൂർത്തിയോടുകൂടെ അവർക്ക് പ്രത്യക്ഷനായി. ഇവിടെ വ്യാഖ്യാനത്തിലെ തതോ അവിടെ ഭഗവാൻ ദശവർഷസഹസ്രാന്തേ 10,000 വർഷങ്ങൾക്ക് അവസാനം സ്വതേജസ സ്വന്തം കാന്തിയാൽ തേഷാം ക്ലേശം അവരുടെ ആ ക്ലേശങ്ങളെ ശമിപ്പിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തതോ ഭഗവാൻ അവിടെ ഭഗവാൻ ദശവർഷസഹസ്രാന്തേ 10,000 വർഷങ്ങൾക്ക് അവസാനം സ്വതേജസ സ്വന്തം കാന്തിയാൽ തേഷാം ആ പ്രചേതസ്സുകളുടെ ക്ലേശം ശമയൻ. ഇപ്പോൾ തതോ ഭഗവാൻ ദശവർഷസഹസ്രാന്തേ സ്വതേജസ തേഷാം ക്ലേശം ശമയൻ എന്നുള്ളതാണ് 4ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം അവിടെ വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 5ാമത്തെ ശ്ലോകം. സുപർണസ്കന്ധമാരൂഢോ മേരുശൃംഗമിവാംബുജ പീതവാസാമണിഗ്രീവഃ കുർവൻ വിതിമിരാദിശഃ. സുപർണസ്കന്ധമാരൂഢോ മേരുശൃംഗമിവാംബുജ പീതവാസാമണിഗ്രീവ കുർവൻ വിതിമിരാദിശഃ. മഹാമേരുവിൻ്റെ കൊടുമുടിയിൽ ആ കാർമേഘം എന്ന വണ്ണം ആ ഗരുഡൻ്റെ ചുമലിൽ ആ ആരൂഢൻ ആയിട്ട് കയറിയവനും പീതാംബരവും കഴുത്തിൽ കണ്ഠമണിയും അണിഞ്ഞിരിക്കുന്ന ആ ഭഗവാൻ ദിഗന്ധരങ്ങളെ അന്ധകാര വിമുക്തനാക്കിയവനായി ദിക്കുകളെയൊക്കെ അങ്ങനെ പ്രകാശം പൂരിതമാക്കി എന്നർത്ഥം. സുപർണസ്കന്ധമാരൂഢോ സ്വർണം കൊണ്ടുള്ള ഗരുഡൻ്റെ ചുമലിൽ സുപർണസ്കന്ധം സുപർണം ഗരുഡനാണ്. ആ ഗരുഡൻ്റെ ചുമലിൽ ആരൂഢ സുപർണ സ്കന്ധമാരൂഢ ആ ഗരുഡൻ്റെ ചുമലിൽ ആരൂഢനായിരിക്കുന്ന ഭഗവാൻ ശൃംഗമിവാംബുദ ആ മഹാമേരുവിൻ്റെ കൊടുമുടിയിൽ ആ കാർമേഘം എന്നോണം പീതവാസ മഞ്ഞപ്പട്ടുടുത്ത് മണിഗ്രീവ കഴുത്തിൽ കുണ്ടലം അണിഞ്ഞ് കുറുവൻ വിതിമിരാദിശഃ ദിക്കുകളെയൊക്കെ പ്രകാശമാനമാക്കി അന്ധകാര വിമുക്തനാക്കുകയാണ് ചെയ്തത്. പോലത്തെ പദങ്ങൾ മേരുശൃംഗം മഹാമേരുവിൻ്റെ കൊടുമുടിയിൽ, അംബുദ ഇവ ആ കാർമേഘം എന്ന വണ്ണം, സുപർണസ്കന്ധം ഗരുഡൻ്റെ ചുമലിൽ ആരൂഢ കയറിയവനും, പീതവാസാഹ പീതാംബരവും മണിഗ്രീവ കഴുത്തിൽ കൗസ്തുഭമണിയും അണിഞ്ഞ ഭഗവാൻ, ദിശഃ ദിഗന്ധരങ്ങളെ വിതിമിരാഹ കുർവൻ ആ അന്ധകാര വിമുക്തം ആക്കുന്നവനായി. എന്നുകൂടി പറയാം. മേരുശൃംഗം മഹാമേരുവിൻ്റെ കൊടുമുടിയിൽ, അംബുദം ഇവ കാർമേഘം എന്നോണം, സുപർണസ്കന്ധം ഗരുഡൻ്റെ ചുമലിൽ ആരൂഢ കയറിയവരും, പീതവാസാഹ പീതാംബരവും മണിഗ്രീവ കഴുത്തിൽ കൗസ്തുഭമണിയും അണിഞ്ഞ ഭഗവാൻ, ദിശഃ ആ ദിഗന്ധങ്ങളെ വിതിമിരാഹ കുറുവൻ അന്ധകാര വിമുക്ത ആക്കുന്നവനായി. നേരത്തെ അന്വയം വന്നിട്ട് മേരുശൃംഗം അംബുദ ഇവ സുപർണസ്കന്ധം ആരൂഢ പീതവാസാഹ മണിഗ്രീവ ദിശഃ വിതിമിരാ കുറുവൻ. എന്നുകൂടി പറയാം. മേരുശൃംഗം അംബുദ ഇവ സുപർണസ്കന്ധം ആരൂഢ പീതവാസാഹ മണിഗ്രീവ ദിശഃ വിതിമിരാ കുറുവൻ. മഹാമേരുവിൻ്റെ കൊടുമുടിയിൽ കാർമേഘമെന്നോണം ആ ഗരുഡൻ്റെ ചുമലിൽ കയറിയവനും, പീതാംബരവും കഴുത്തിൽ കൗസ്തുഭമണിയും അണിഞ്ഞിരിക്കുന്ന ഭഗവാൻ, ദിഗന്ധങ്ങളെ
ആ അന്ധകാര വിമുക്തം ആക്കുന്നവനായി. ആ ഗരുഡാരൂഢനായിട്ട് ആ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് ആ വരവ് കണ്ടാൽ മേരുപർവ്വതത്തിൻ്റെ കൊടുമുടിയിൽ കട്ട പിടിച്ച മേഘം വരുന്ന പ്രതീതി ഉളവാകും. ഭഗവാൻ പീതാംബരം ധരിച്ചിരിക്കുന്നു, കൗസ്തുഭരത്നം കഴുത്തിലണിഞ്ഞിരിക്കുന്നു. തൻ്റെ ശോഭയാൽ ദിഗന്ധരങ്ങൾ അന്ധകാരം കൊണ്ട് പ്രകാശിക്കുകയും ചെയ്യുന്നു. ഇവിടെ ആ മേരുവിൻ്റെ കൊടുമുടിയിലെ മേഘം എന്ന പോലെ ആ ഗരുഡൻ്റെ കഴുത്തിൽ കയറി മഞ്ഞപ്പട്ടെടുത്ത് കൗസ്തുഭം കഴുത്തിൽ ധരിച്ച് ദിക്കുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ എഴുന്നള്ളി എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ പ്രത്യക്ഷനായിരിക്കുന്ന ശ്രീഹരിയെ 3 ശ്ലോകങ്ങൾ കൊണ്ടാണ് വർണ്ണിക്കുന്നത്. സ്വർണ്ണമയമായ മേരുശൃംഗത്തിൽ നീലമേഘം വിളങ്ങുന്നത് പോലെ ആ ഗരുഡൻ്റെ ഉപരിഭാഗത്തിൽ വസിച്ചിരുന്ന ആ ഭഗവാൻ മഞ്ഞപ്പട്ടുടുത്തും കണ്ഠത്തിൽ കൗസ്തുഭരത്നം ധരിച്ചും കൊണ്ട് ആ സ്വശോഭയാൽ ദിക്കുകളെയെല്ലാം പ്രകാശിപ്പിച്ചിരുന്നു. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ തത്തോ ഭഗവാൻ ദശവർഷസഹസ്രാന്തേ സ്വതേജസാ തേഷാം ക്ലേശം ശമയൻ ഗരുഡാരൂഢ, ഗരുഡൻ്റെ പുറത്തേറിയിട്ട് ഗരുഡാരൂഢ പീതവാസാഹ, മഞ്ഞപ്പെട്ടുടുത്ത മണിഗ്രീവ, കൗസ്തുഭമണി അണിഞ്ഞ അദ്ദേഹം ആ ഗരുഡൻ്റെ പുറത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗരുഡാരൂഢ പീതവാസ മണിഗ്രീവ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. അത് ഭഗവാനെ വർണ്ണിക്കുന്ന, ഭഗവാൻ ഇങ്ങനെ വന്നു എന്നുള്ള വർണ്ണിക്കുന്നതായിട്ടുള്ള മേരു പർവ്വതം സ്വർണ്ണമയമാണ്. ഗരുഡൻ്റെ വർണ്ണവും അതുപോലെ സ്വർണം തന്നെ. അതാണ് ഭഗവാൻ നീലമേഘശ്യാമളൻ, അതാണ് കാർമേഘം പോലെ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് കാശിഷ്ണുന കനകവർണ്ണ വിഭൂഷണേന ഭ്രാജൽ കപോലവദനോ വിലസൽ കിരീട അഷ്ടായുധൈർ അനുചരൈർ മുനിഭിः സുരേന്ദ്രൈർ ആരാധിതോ ഗരുഡകിന്നര ഗീതകീർത്തി. കാശിഷ്ണുന കനകവർണ്ണ വിഭൂഷണേന ഭ്രാജൽ കപോലവദനോ വിലസൽ കിരീട അഷ്ടായുധൈരനുചരൈർ മുനിഭിः സുരേന്ദ്രൈർ ആരാധിതോ ഗരുഡകിന്നര ഗീതകീർത്തി. അപ്പോൾ ശോഭയാർന്ന ആ കവിൾത്തടത്തോട് കൂടിയിട്ട് ഭ്രാജൽ കപോലവദന, ശോഭയാർന്ന കവിൾത്തടത്തോട് കൂടിയിരിക്കുന്ന ആ ശ്രീമുഖത്തോടും മിന്നിത്തിളങ്ങുന്ന കാശിഷ്ണുന എന്ന് പറഞ്ഞാൽ മിന്നിത്തിളങ്ങുന്ന കനകവർണ്ണ വിഭൂഷണേന, തങ്കനിറമുള്ള ആഭരണത്താലും വിലസത് കിരീട, പരിലസിക്കുന്ന കിരീടത്തോടും കൂടിയവനുമായിട്ടും അഷ്ടായുധൈഹി, 8 ആയുധങ്ങൾ ധരിച്ച് അനുചരൈഹി, ആ പാർഷദന്മാർ മുനിമാർ ദേവപ്രമുഖന്മാർ ഇവരാൽ ആസേവിതം അനുഗമിക്കപ്പെട്ടും ഗരുഡ കിന്നര ഗീതകീർത്തി, ആ ഗരുഡനാകുന്ന കിന്നരനാൽ ആലാപിക്കപ്പെട്ട യശസ്സോടു കൂടിയവനായിട്ടും അവിടെ വന്നണഞ്ഞു. അപ്പം ആദ്യം അദ്ദേഹം പീത വസ്ത്രം ഉടുത്തിട്ടുണ്ട്, പിന്നെ കൗസ്തുഭരത്നം അണിഞ്ഞിട്ടുണ്ട്, പിന്നെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു കൗസ്തുഭരത്നം അണിഞ്ഞിട്ടുണ്ട്, പീത വസ്ത്രം അടിഞ്ഞിട്ടുണ്ട്, കഴുത്തിൽ അങ്ങനെ ദിക്കുകളെയൊക്കെ പ്രകാശമാനമാക്കിക്കൊണ്ട് സുവർണ മേരുശൃംഗം, ആ മേരുവിൻ്റെ കൊടുമുടിയിലെ ആ മേഘം എന്ന പോലെ, അതായത് ഗരുഡൻ്റെ പുറത്ത് ചുമലിലേറിയിട്ട് അവിടെ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞ് ആ ഭഗവാൻ വീണ്ടും വിസ്തരിക്കുകയാണ്. അദ്ദേഹം ഭ്രാജൽ കപോലവദന, ആ ശോഭയാർന്ന കവിൾത്തടത്തോടു കൂടിയിട്ടാണ് കാണപ്പെടുന്നത്. ശോഭയാർന്ന കവിൾത്തടത്തോടു കൂടിയ ശ്രീമുഖത്തോടു കൂടിയിട്ട്. പിന്നെ കാശിഷ്ണുന, മിന്നിത്തിളങ്ങുന്ന കനകവർണ്ണ വിഭൂഷണേന, തങ്കനിറമുള്ള ആഭരണത്താലും, പിന്നെ വിലസൽ കിരീട, ആ പരിലസിക്കുന്ന കിരീടത്തോടു കൂടിയവനായും, അഷ്ടായുധൈഹി, 8 ആയുധങ്ങൾ ധരിച്ചും, അനുചരൈഹി, പാർഷദന്മാർ, മുനിഭിഹി, മുനിമാർ, സുരേന്ദ്രൈഹി, ദേവപ്രമുഖന്മാർ ഇവരാൽ ആസേവിത, അനുഗമിക്കപ്പെട്ടും, ഗരുഡ കിന്നര ഗീതകീർത്തി, ഗരുഡനാകുന്ന കിന്നരനാൽ ആലാപിക്കപ്പെട്ട യശസ്സോടു കൂടിയവനായിട്ടും വന്നണഞ്ഞു. ഒന്നും കൂടി പറയാം. ഭ്രാജൽ കപോലവദന, ശോഭയാർന്ന കവിൾത്തടത്തോടു കൂടിയ ശ്രീമുഖത്തോടും, കാശിഷ്ണുന, മിന്നിത്തിളങ്ങുന്ന കനകവർണ്ണ വിഭൂഷണേന, തങ്കനിറമുള്ള ആഭരണത്താലും, വിലസൽ കിരീട, പരിലസിക്കുന്ന കിരീടത്തോടു കൂടിയവനായും,
അഷ്ടായുധൈഹി 8 ആയുധങ്ങൾ ധരിച്ചും അനുചരൈഹി പാർഷദന്മാർ മുനിഭിഹി മുനിമാർ സുരേന്ദ്രൈഹി ദേവപ്രമുഖന്മാർ ഇവരാൽ ആസേവിതം അനുഗമിക്കപ്പെട്ട് ഗരുഡ കിന്നര ഗീതകീർത്തി ഗരുഡനാകുന്ന കിന്നരനാൽ ആലാപിക്കപ്പെട്ട യശസ്സോടു കൂടിയവനായിട്ടും ആ ഭഗവാൻ ശ്രീഹരി അവിടെ വന്നണഞ്ഞു. ഇപ്പോൾ ഭ്രാജൽ കപോലവദനഃ കാശിഷ്ണുനാ കനകവർണ്ണ വിഭൂഷണേന വിലസൽ കിരീടഃ അഷ്ടായുധൈഃ അനുചരൈഃ മുനിഭിഃ സുരേന്ദ്രൈഃ ആസേവിതം ഗരുഡ കിന്നര ഗീതകീർത്തി എന്നുള്ളതാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. ഒന്നുകൂടി പറയാം. ഭ്രാജൽ കപോലവദനഃ കാശിഷ്ണുനാ കനകവർണ്ണ വിഭൂഷണേന വിലസൽ കിരീടഃ അഷ്ടായുധൈഃ അനുചരൈഃ മുനിഭിഃ സുരേന്ദ്രൈഃ ആസേവിതം ഗരുഡകിന്നര ഗീതകീർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശോഭയാർന്ന കവിൾത്തടത്തോടു കൂടിയ ശ്രീമുഖത്തോടും മിന്നിത്തിളങ്ങുന്ന തങ്കനിറമുള്ള ആഭരണങ്ങളാലും പരിലസിക്കുന്ന കിരീടത്തോടു കൂടിയവനായും 8 ആയുധങ്ങൾ ധരിച്ചും പാർഷദന്മാർ മുനിമാർ ദേവപ്രമുഖന്മാർ ഇവരാൽ അനുഗമിക്കപ്പെട്ടും ആ ഗരുഡനാകുന്ന കിന്നരനാൽ ആലാപിക്കപ്പെട്ട യശസ്സോടു കൂടിയവനുമായിട്ട് അദ്ദേഹം വന്നണഞ്ഞു. ഏറ്റവും ശോഭയാർന്ന കനകകുണ്ടലങ്ങൾ, തിളങ്ങുന്ന കിരീടം ഇത്യാദികളുടെ മനോഹാരിത പകർന്ന കവിൾത്തടങ്ങളോടുകൂടിയ സുന്ദരവദനത്തോടും 8 കൈകളിലും ആയുധങ്ങളോടും പാർഷദന്മാർ മഹർഷി വര്യന്മാർ ദേവശ്രേഷ്ഠന്മാർ എന്നിവരാൽ അനുഗമിക്കപ്പെട്ടും ഗരുഡൻ്റെ ചിറകടിയിൽ നിന്നും ഉയരുന്ന ആ സാമഗാനത്താൽ സ്തുതിക്കപ്പെട്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കാശിഷ്ണു എന്നാൽ ഏറ്റവും പ്രകാശിക്കുന്നു എന്നർത്ഥം. അനുചരന്മാർ എന്നാൽ പാർഷദന്മാർ. അവരുടെ നാമധേയങ്ങൾ അഷ്ടമം 21, 16, 17 ശ്ലോകങ്ങളിൽ ഒക്കെ ഉണ്ട്. കിന്നരന്മാർ ദേവഗായകന്മാരാണ്. ഇവിടെ ഗരുഡനെ അപ്രകാരം വിശേഷിപ്പിച്ചത് ചിറകടിയിൽ സാമങ്ങൾ ഉതിരുന്നതിനാലാണ്. ഗരുഡനാലും കിന്നരൻ എന്ന ഗായക സംഘത്താലും എന്നും അർത്ഥം ഉണ്ടാവാം. ഭയജനകം ആകയാൽ ശംഖവും ആയുധം തന്നെ. യുദ്ധാരംഭം ശംഖധ്വനിയോടെയാണല്ലോ. താമര ആയുധത്തിൽപ്പെടില്ലെങ്കിലും ഛത്രിന്യായേന അഷ്ടായുധ ശബ്ദം ന്യായീകരിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞ മേരുവിൻ്റെ കൊടുമുടിയെ മേഘമെന്ന പോലെ ആ ഗരുഡൻ്റെ കഴുത്തിൽ കയറി മഞ്ഞപ്പട്ടെടുത്ത് കൗസ്തുഭം കഴുത്തിൽ ധരിച്ച് ദിക്കുകൾ പ്രകാശിപ്പിച്ചുകൊണ്ടും പ്രകാശിക്കുന്നതും സ്വർണ്ണമയവുമായ കുണ്ടലാദികളാൽ തിളങ്ങുന്ന കവിൾത്തടത്തോടും മുഖത്തോടും കൂടിയവനും മിന്നുന്ന കിരീടം ധരിച്ചവനും ആയുധങ്ങളാലും പാർഷദന്മാരാലും മുനിമാരാലും ദേവന്മാരാലും സേവിക്കപ്പെട്ടുകൊണ്ടും ഗരുഡനാകുന്ന ആ കിന്നരനാൽ ചിറകുകളുടെ ശബ്ദമാകുന്ന ആ ഗാനത്താൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടും ആണ് അദ്ദേഹം അവിടെ വന്നണഞ്ഞത് അല്ലേ. അപ്പോൾ സ്വർണ്ണമയവും നാനാവർണ്ണങ്ങളുള്ള രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ളതും അധികം പ്രകാശിപ്പിക്കുന്നതുമായിരിക്കുന്ന മകരകുണ്ടലം മുതലായ ആഭരണങ്ങളാൽ ഏറ്റവും വിളങ്ങുന്ന കവിൾത്തടത്തോടു കൂടിയ മുഖവും കിരീടത്താൽ പ്രകാശിക്കുന്ന ശിരസ്സും 8 ആയുധങ്ങളെ ധരിച്ചിരിക്കുന്ന 8 കൈകൾ ഉള്ള ഭഗവാൻ അഷ്ടായുധനായിട്ടാണ് അവിടെ എഴുന്നള്ളുന്നത്. ഉള്ള ഭഗവാന്റെ ആ 4 ഭാഗത്തും സനന്ദൻ മുതലായ പാർഷദന്മാരും ദേവമുനികളും ദേവശ്രേഷ്ഠന്മാരും ഭക്തിപൂർവ്വം സേവിച്ചുകൊണ്ടിരുന്നു. ഗരുഡനാകുന്ന കിന്നരൻ ചിറകിൽ നിന്നും പുറപ്പെടുന്ന മന്ത്രരൂപമായിരിക്കുന്ന ശബ്ദത്താൽ ഭഗവാന്റെ മഹിമയെ വാഴ്ത്തിക്കൊണ്ടും ഇരുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ വിലസൽ കിരീടോഷ്ടായുധൈർ മുനിഭിശ്ച സേവിത. ആ വിലസിക്കുന്ന ആ പരിലസിക്കുന്ന കിരീടത്തോടുകൂടി അഷ്ടായുധൈ 8 ഭുജങ്ങളിൽ ആയുധങ്ങൾ ധരിച്ച് അഷ്ടായുധൈ മുനിമാരാലും മുനിഭിശ്ച മുനിമാരാലും പിന്നെ ആദ്യം പറഞ്ഞ പോലെ ദേവന്മാരാലും ഒക്കെ സേവിച്ചവനായിട്ട് അവിടെ എഴുന്നള്ളി എന്നുള്ളതാണ് പറഞ്ഞത്. വിലസൽ കിരീടോഷ്ടായുധൈർ മുനിഭിശ്ച സേവിത എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ. വിലസത് കിരീടോഷ്ടായുധൈർ മുനിഭിശ്ച സേവിത എന്നുള്ളതാണ് അതിൽ പറഞ്ഞപ്പോൾ ആ 8ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അതും കൂടി അദ്ദേഹത്തിൻ്റെ ആ എഴുന്നള്ളിപ്പിനെ വർണ്ണിക്കുന്നതാണ്. പീനായത് അഷ്ടഭുജമണ്ഡല മധ്യലക്ഷ്മ്യ സ്പർദ്ധശ്രിയാ പരിവൃതോ വനമാലയാദ്യ
ബർഹിഷ്മത പുരുഷ ആഹ സുതാൻ പ്രപന്നാൻ പർജന്യനാദരുതയാ സഘൃണാവലോകഃ. കൂടി പറയാം. പീനായതാഷ്ടഭുജമണ്ഡലമധ്യലക്ഷ്മ്യാ സ്പർദ്ധശ്രിയാ പരിവൃതോ വനമാലയാദ്യ ബർഹിഷ്മത പുരുഷ ആഹസുതാൻ പ്രപന്നാൻ പർജന്യനാദരുതയാ സഘൃണാവലോകഃ. ആശ്രിതന്മാരായിരിക്കുന്ന ആ പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരോട് കൂടിയിട്ട് ആ തടിച്ചും നീണ്ടുമുള്ള 8 ഭുജങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മീദേവിയോടുകൂടി മത്സരിക്കുന്ന ശോഭയോടുകൂടിയിരിക്കുന്ന വനമാലയാൽ ചുറ്റപ്പെട്ടവനായിട്ട് വനമാല അണിഞ്ഞിട്ട് ആദിയിലുണ്ടായിരിക്കുന്ന പുരുഷൻ ആ കരുണാവലോകനത്തോട് കൂടിയിട്ട് പർജന്യനാദ ഋതയാ ഇടിമുഴക്കം പോലെ ഗാംഭീര്യമുള്ള വാക്കുകൊണ്ട് പർജന്യനാദരുതയാ എന്നാണ്. പർജന്യനാദരുതയല്ല പർജന്യനാദരുതയാ. അപ്പോൾ പീനായതാഷ്ടഭുജമണ്ഡല മധ്യലക്ഷ്മ്യാ സ്പർദ്ധശ്രിയാ പരിവൃതോ വനമാലയാദ്യ ബർഹിഷ്മത പുരുഷ ആഹ സുതാൻ പ്രപന്നാൻ പർജന്യനാദരുതയാ സഘൃണാവലോകഃ എന്നാണ് പദം വരിക. അപ്പോൾ പർജന്യനാദരുതയാ ഇടിമുഴക്കം പോലെ ഗാംഭീര്യമുള്ള വാക്കുകൊണ്ട് ആഹ അദ്ദേഹം അവിടെ അരുളി ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാത്ത പദങ്ങൾ പ്രപന്നാൻ ആശ്രിതന്മാരായിരിക്കുന്ന ബർഹിഷ്മത ആ പ്രാചീന ബർഹിസിൻ്റെ സുതാൻ പുത്രന്മാരോട് ചേർന്ന് പീന ആയത അഷ്ടഭുജമണ്ഡല മധ്യലക്ഷ്മ്യ തടിച്ചും നീണ്ടും ഉള്ള 8 ഭുജങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മീദേവിയോട് കൂടിയിട്ടുള്ളവൻ സ്പർദ്ധശ്രിയ മത്സരിക്കുന്ന ശോഭയോട് കൂടിയ വനമാലയ ആ വനമാലയാൽ പരിവൃത ചുറ്റപ്പെട്ടവനായിട്ട് ആദ്യ പുരുഷ ആദിയിലുണ്ടായിരിക്കുന്ന പുരുഷൻ സഘൃണാവലോകം കരുണാവലോകനത്തോടു കൂടിയിട്ട് പർജന്യനാദരുതയാണ് ഇടിമുഴക്കം പോലെ ഗാംഭീര്യമുള്ള വാക്കുകൊണ്ട് ആഹ അരുളി ചെയ്തു. എന്നും കൂടി പറയാം. പ്രപന്നാൻ ആശ്രിതരായിരിക്കുന്ന ബർഹിഷ്മത പ്രാചീന ബർഹിസിൻ്റെ സുതാൻ പുത്രന്മാരോട് പീന ആയത അഷ്ടഭുജമണ്ഡല മധ്യലക്ഷ്മ്യ പുത്രന്മാരോട് തടിച്ചും നീണ്ടുമുള്ള 8 ഭുജങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മീദേവിയോട് മത്സരിക്കുന്ന ശോഭയോടുകൂടിയ ആ മാലയാൽ ചുറ്റപ്പെട്ടവനായിട്ട് ആ ആദിയിലുണ്ടായിരിക്കുന്ന ആ പുരുഷൻ ആ കരുണാവലോകനത്തോട് കൂടിയിട്ട് ഇടിമുഴക്കം പോലെ ഗാംഭീര്യമാകുന്ന വാക്കുകളെ കൊണ്ട് ആ പ്രചേതസ്സുകളോട് പറഞ്ഞു. ആ പുത്രന്മാരോട് പറഞ്ഞു എന്നാണ്. പ്രചേതസ്സുകളോട് ഇങ്ങനെ ഇടിമുഴക്കം പോലത്തെ ആ ശബ്ദത്തോട് കൂടിയിട്ട് ഭഗവാൻ അവരോട് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിട്ട് അന്വയം വന്നിട്ട് പ്രപന്നാൻ ബർഹിഷ്മത പീന ആയത അഷ്ടഭുജമണ്ഡല മധ്യലക്ഷ്മ്യാ സ്പർദ്ധശ്രിയാ വനമാലയാ പരിവൃത ആദ്യ പുരുഷ സഘൃണാവലോകഃ പർജന്യനാദരുതയാ ആഹ. ഒന്നും കൂടി പറയാം. പ്രപന്നാൻ ബർഹിഷ്മത അവരോട് ആ പുത്രന്മാരോട് പീന ആയത അഷ്ടഭുജമണ്ഡല മധ്യലക്ഷ്മ്യാ സ്പർദ്ധശ്രിയാ വനമാലയാ പരിവൃത ആദിപുരുഷ സഘൃണാവലോകഃ പർജന്യനാദരുതതാ ആഹ. അപ്പോൾ ആശ്രിതരായിരിക്കുന്ന പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരോട് ഈ ഭഗവാൻ പറഞ്ഞു. എങ്ങനെയാണ് ഭഗവാൻ എന്നുള്ളതാണ്. തടിച്ചും നീണ്ടുമുള്ള 8 ഭുജങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മീദേവിയോടും അതുപോലെ ലക്ഷ്മീദേവിയോട് മത്സരിക്കുന്ന ശോഭയോടുകൂടിയിരിക്കുന്ന വനമാലയാൽ ചുറ്റപ്പെട്ടവനായിരിക്കുന്ന ആദിയിലുണ്ടായിരിക്കുന്ന പുരുഷൻ ആ കരുണാവലോകനത്തോട് കൂടിയിട്ട് ഇടിമുഴക്കം പോലത്തെ ഗാംഭീര്യമുള്ള വാക്കുകൊണ്ട് അരുളി ചെയ്തു. അപ്പോൾ തടിച്ചു കൊടുത്ത 8 കൈകളുടെ മധ്യഭാഗത്ത് വരുന്ന ആ വക്ഷപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മീദേവിയോട് മത്സരിക്കുവാൻ പ്രാപ്തമായിരിക്കുന്ന ശോഭയോട് കൂടിയിരിക്കുന്ന വനമാലയണിഞ്ഞ് പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ
തന്നെ ശരണം പ്രാപിച്ച ആ പ്രചേതസ്സുകളോട് ഇടിമുഴക്കം പോലെ ഗാംഭീര്യമുള്ള വാക്കുകളാൽ ഇപ്രകാരം അരുളി ചെയ്തു. വക്ഷസ്ഥലത്ത് ധരിച്ച വനമാലയുടെ ശോഭയും വക്ഷസ്ഥലത്ത് വഹിക്കുന്ന മഹാലക്ഷ്മിയുടെ ശോഭയും തമ്മിലാണ് മത്സരം. അങ്ങനെ വന്നാൽ അലങ്കാരം ലക്ഷിതോപമ എന്ന് പറയും. ഇവിടെ വന്നിട്ട് തടിച്ചു നീണ്ട കൈകളുടെ മധ്യത്തിൽ വർത്തിക്കുന്ന ലക്ഷ്മിയോട് സ്പർദ്ധിക്കുന്ന ആ വനമാലയാൽ ചുറ്റപ്പെട്ടും ഭഗവാൻ കരുണാകടാക്ഷത്തോടെ തന്നെ ശരണം പ്രാപിച്ച പ്രാചീന ബർഹിസിൻ്റെ പുത്രന്മാരോട് മേഘഗംഭീര വാക്കിൽ പറഞ്ഞു. തടിച്ചും നീണ്ടും ഇരിക്കുന്ന 8 കൈകളുടെ മധ്യത്തിലുള്ള മാറിടത്തിൽ വസിക്കുന്ന ശ്രീ മഹാലക്ഷ്മി ദേവതയെ ശോഭയുള്ള വനമാലയെ ആ മാറിടത്തിൽ ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ ആ പാദങ്ങളിൽ വീണു നമസ്കരിച്ച ബർഹിസിൻ്റെ പുത്രന്മാരെ കാരുണ്യപൂർവ്വം കടാക്ഷിച്ചുകൊണ്ട് ആദിപുരുഷനായിരിക്കുന്ന ശ്രീഹരി മേഘഗർജനം പോലെ ഉച്ചത്തിൽ പറഞ്ഞു ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അഷ്ടഭുജോ വനമാലയാ പരിവൃത, ഭുജങ്ങളോടുകൂടി വനമാലയാൽ ചുറ്റപ്പെട്ട പുരുഷ, ആ ആദിപുരുഷൻ ബഭൂവപ്രാഹ, ആവിർഭവിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അഷ്ടഭുജോ വനമാലയാ പരിവൃത, ആ അഷ്ടഭുജങ്ങളോട് കൂടിയിട്ടും വനമാല അണിഞ്ഞും പരിവൃതനായിട്ട് പുരുഷ, ആദ്യനായിരിക്കുന്ന പുരുഷൻ ആവിർഭവിച്ചിട്ട് പ്രാഹ, ആ പ്രചേതസ്സുകളോട് പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് അഷ്ടഭുജോ വനമാലയാ പരിവൃത പുരുഷ ആവിർഭൂത പ്രാഹ എന്ന് പറയുന്നത്. ആ ഭഗവാൻ ഇങ്ങനെ ഒക്കെ വന്ന ആ ഭഗവാൻ ആ പ്രചേതസ്സുകളോട് പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഹരേ കൃഷ്ണ. 7 ശ്ലോകങ്ങൾ.